ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ടേം 2 പരീക്ഷയ്ക്ക് ഹെറിഡിറ്ററി ഡിസീസിന് മുന്നേ വരെയുള്ള ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ അസുഖങ്ങളെ പറ്റി പഠിച്ചു അല്ലേ. അസുഖങ്ങളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചത്? രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മയുണ്ടോ? എത്രയായിട്ട് തിരിക്കാൻ പറ്റും അസുഖങ്ങളെ? 2. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ പഠിച്ചത് എന്തായിരുന്നു? അക്വേർഡ് ഡിസീസുകളെ പറ്റിയായിരുന്നു അല്ലേ. അതായത് നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ പുറം ലോകവുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങൾ അക്വേർഡ് ഡിസീസുകൾ എന്നാണ് നമ്മളതിനെ വിളിച്ചത്. പിന്നെ മറ്റൊരു തരം രോഗമാണ് ഹെറിഡിറ്ററി ഡിസീസ് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ അക്വേർഡ് ഡിസീസ് 2 തരത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. കണ്ടേജിയസ് ഡിസീസും നോൺ കണ്ടേജിയസും, പകരുന്നതും പകരാത്തതും. ലെപ്രസി, ട്യൂബർകുലോസിസ്, റാറ്റ് ഫീവർ പോലെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും, പകരും അല്ലേ. അതുപോലെ ഈ പറയുന്ന നോൺ കണ്ടേജിയസ് ഡിസീസ് ഉണ്ട്. ഡയബറ്റിസ് മെലിറ്റസ്, ക്യാൻസർ, അതുപോലെ നമ്മൾ മറ്റു കുറേ തൊഴിൽ സംബന്ധമായ രോഗങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ഇത് പകരത്തില്ല എന്നാൽ എങ്ങനെയാണ്, ആൾക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ്, പല കാരണങ്ങൾ കൊണ്ടും വരാം. ഇനി ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ പാരമ്പര്യം അല്ലേ. പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മകളിൽ അല്ലെങ്കിൽ അച്ഛനമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഹെറിഡിറ്ററി നമ്മൾ പറയുന്നത് അല്ലേ. നമ്മുടെ പാരമ്പര്യം അല്ലേ, ഞങ്ങൾ വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ പാരമ്പര്യമായിട്ട് നമുക്ക് പലപ്പോഴും ഈ പറയുന്ന സ്വത്ത് വകകൾ കിട്ടുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ചില രോഗങ്ങളും എന്ത് ചെയ്യാം, പാരമ്പര്യമായിട്ട് കിട്ടാം. അങ്ങനെ പാരമ്പര്യമായി അച്ഛനമ്മയിൽ നിന്ന് മക്കളിലോട്ടോ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാരല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന അല്ലേ, നമ്മൾ ഈ പറയുന്ന വീട്ടിലെ വീട്, അതുപോലെ ഈ കിണ്ടി മൊന്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ പാരമ്പര്യമായി സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തു വരുന്ന പോലെ ചില രോഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീനുകളിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളിലൂടെ നമുക്കതിനെ ജനറ്റിക് ഡിഫക്റ്റ് എന്ന് പറയാം. അങ്ങനെ ജനറ്റിക് ഡിഫക്റ്റുകളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഹെറിഡിറ്ററി ഡിസീസുകൾ എന്ന് വിളിക്കുന്നത്. ദ ഡിസീസ് കോസ്ഡ് ബൈ ജനറ്റിക് ഡിഫക്റ്റ്. അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരം, ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതാണ്, നമ്മുടെ ശരീരം ഇഞ്ച് ബൈ ഇഞ്ച് എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ DNA അല്ലെങ്കിൽ ജീനുകളുമാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ ജീനുകളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന ആ ജീൻ എന്ത് ഭാഗമാണോ അല്ലെങ്കിൽ എന്ത് പ്രോസസ്സാണോ ചെയ്യുന്നത് അതിനെ എഫക്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ജീനുകളിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഹെറിഡിറ്ററി ഡിസീസസ് എന്ന് വിളിക്കുന്നത്. 2 രോഗങ്ങളെ പറ്റി നമുക്ക് പഠിച്ചാൽ മതിയാകും. ഒന്ന് സിക്കിൾ സെൽ അനീമിയ, രണ്ടാമത്തേത് ഹീമോഫീലിയ. എന്താണ് സിക്കിൾ സെൽ അനീമിയ? അനീമിയ എന്ന് പറയുമ്പോൾ തന്നെ രക്തക്കുറവിനൊക്കെ നമ്മൾ അനീമിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അനീമിയ എന്ന് പറയുമ്പോൾ രക്തവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ രക്തത്തിൽ നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് RBC ഉണ്ട് അല്ലേ. ഈ RBC എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ റൗണ്ട് ഒരു ബൈകോൺകേവ് ഒരു ഡിസ്ക് ഷേപ്പിൽ കാണുന്ന ഒന്നാണ് സാധാരണ വ്യക്തികളിൽ. എന്നാൽ ഈ പറയുന്ന RBCയെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ ഹീമോഗ്ലോബിനെ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം നമ്മുടെ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെല്ലുകൾ എന്ത് പറ്റും, ഇങ്ങനെ സിക്കിൾ ഷേപ്പിലേക്ക് മാറും. സിക്കിൾ എന്ന് വെച്ചാൽ അരിവാളിൻ്റെ ഷേപ്പിലോട്ട് മാറും അല്ലേ. അരിവാളുണ്ടല്ലോ, ഇങ്ങനെയല്ലേ അരിവാളിരിക്കുന്നത്, G ലെറ്റർ പോലെ. അപ്പോൾ ഇതുപോലെ അരിവാളിൻ്റെ ഷേപ്പിലോട്ട് നമ്മുടെ ഈ പറയുന്ന റൗണ്ട് ഷേപ്പിൽ ഇരിക്കേണ്ട RBC മാറുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളുടെ ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് എന്താ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും, ദ റെഡ് ബ്ലഡ് സെൽസ് ബിക്കം സിക്കിൾ ഷേപ്പ്. ഇനി ഇതുകൊണ്ട് കുഴപ്പം എന്താ? നോക്കടാ, ഇത്രയും വലിയ ഈ പറയുന്ന ഡിസ്ക് ഷേപ്പിൽ കൊണ്ടുപോകേണ്ട ഓക്സിജന്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ലേ ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന RBCക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. ഇനി അത് മാത്രമല്ല, ഡിസ്ക് ആവുമ്പോൾ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും തെന്നിയൊക്കെ അങ്ങ് പൊക്കോളും അല്ലേ. പക്ഷേ ഈ പറയുന്ന അരിവാൾ ഷേപ്പ് ആകുമ്പോൾ തമ്മിൽ കോർക്കാനും അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകാനും തട്ടി നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാപ്പിലറികളിലൊക്കെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ അടിഞ്ഞുകൂടി രക്തത്തിൻ്റെ ഫ്ലോയെ ബ്ലോക്ക് ചെയ്യാൻ വരെ ഇത് കാരണമായിട്ട് മാറും. ദ ഡീഫോംഡ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ല് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ കാപ്പിലറി ആൻഡ് ബ്ലോക്ക് ബ്ലഡ് ഫ്ലോ. അങ്ങനെ ഇത് ഈ പറയുന്ന പലയിടത്തും കയറി നിന്ന് ബ്ലോക്ക് ഉണ്ടാക്കി അങ്ങോട്ടുള്ള രക്തത്തിൻ്റെ ഫ്ലോയെ വരെ തടസ്സപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രശ്നക്കാരൻ ആണ്. പല സ്ഥലങ്ങളിലും ഈ പറയുന്ന രോഗങ്ങൾ, ഇനി ചിലപ്പോൾ ഈ പറയുന്ന സിക്കിൾ സെൽ അനീമിയ ഉണ്ടെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വയനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, വയനാട്. ഈ വയനാടുള്ള ആദിവാസി ആയിട്ടുള്ള ആൾക്കാരിൽ പലരിലും ഈ പറയുന്ന സിക്കിൾ സെൽ അനീമിയ കാണുന്നുണ്ട്. പക്ഷെ അവർക്കത് വലിയൊരു പ്രശ്നമില്ലാതെ പോകുന്നു എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല, എങ്കിലും മനസ്സിലാക്കും. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഒരു ഹെറിഡിറ്ററി ഡിസീസാണ്. അതായത് നമ്മുടെ
ഈ പറയുന്ന ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ RBC ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണമാണ് ഉണ്ടാകുന്നത്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ കുട്ടിക്കും ഇത് എന്ത് ചെയ്യാം, വരാം. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരും. കാരണം ജീനുകളാണല്ലോ. ഇനി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. എന്താണ് രോഗലക്ഷണം എന്താണ്? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു. ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെല്ല് ചിലപ്പോൾ കാപ്പിലറികളിലൊക്കെ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാകാനും സാധ്യത ഉണ്ട്. രണ്ടാമത് വരുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ നമ്മളിതിന് റോയൽ ഡിസീസ് എന്നും പറയാറുണ്ട്. റോയൽ ഡിസീസ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിക്ടോറിയ രാജ്ഞിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇവർക്കൊക്കെ ഈ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വന്നാൽ രക്തം കട്ട പിടിക്കില്ല. അതായത് നോക്കിയേ, നമ്മുടെ രക്തം കട്ട പിടിക്കാൻ ഫൈബ്രിനോജിൻ, പ്രോത്രോമിൻ ഒക്കെ ഉള്ള കാര്യം നമ്മൾ തൊട്ട് മുന്നേ ഈ ചാപ്റ്റർ തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ രക്തം ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം ഈ പറയുന്ന പ്രോട്ടീനുകൾ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ സാധാരണ ഒരു വ്യക്തിയിലാണെങ്കിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ രക്തം പുറത്തേക്ക് പോകും. എന്നാൽ ഉടനെ തന്നെ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഫൈബ്രിനോജിൻ ഫൈബ്രിനായി മാറും, പ്രോത്രോമിനൊക്കെ പഠിച്ചതാണ്. എന്ത് പറ്റും? ഇവിടെ അടയും, പിന്നെ രക്തം പോകത്തില്ല. എന്നാൽ ഹീമോഫീലിയ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ പറയുന്ന പ്രോട്ടീൻ ഇല്ല. അപ്പോൾ എന്ത് പറ്റും? രക്തം ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറായിട്ട് മാറും. ഈവൻ സ്മോൾ വൂണ്ട് കോസസ് എക്സസീവ് ബ്ലീഡിങ്. ചെറിയൊരു മുറിവ് പോലും നമുക്കല്ലേ മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പസമയം കഴിയുമ്പോൾ ആ മുറിവിൽ രക്തം വരുന്നത് നിൽക്കും. പക്ഷെ ഇവർക്ക് നിൽക്കത്തില്ല. ഓക്കെ, ഇത് ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ റോയൽ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ പല റഷ്യയിലോട്ടും മറ്റേ ജർമ്മനിയിലോട്ടും കല്യാണം കഴിപ്പിച്ചയച്ച് അവർക്കും ഇത് എന്ത് പറ്റും? ജനിതകമായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ റോയൽ ഫാമിലികൾ ഉള്ളത് കൊണ്ട് ഇതിന് റോയൽ ഡിസീസ് ഒന്നും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അതാണ് ഹീമോഫീലിയ. രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം സെറ്റ്. അപ്പോൾ ഹെറിഡിറ്ററി ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ജനറ്റിക് ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഹെറിഡിറ്ററി ഡിസീസ്. അത് പാരമ്പര്യമായിട്ട് പാസ് ഓൺ ചെയ്ത് പോകുന്നു. അതിൽ ആദ്യത്തെ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ജീനുകളിലെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഷേപ്പ് മാറി അത് സിക്കിൾ അല്ലെങ്കിൽ ക്രസൻറ്റ് ചന്ദ്രക്കലയുടെ ഷേപ്പായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റി കുറയുകയും അതുപോലെ തന്നെ എന്ത് പറ്റും? ഇത് കാപ്പിലറികളിൽ ക്ലോഗ് അഥവാ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് മറ്റ് അസുഖങ്ങളും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് വരാം. ഇതാണ് സിക്കിൾ സെല്ല് അനീമിയ. ഓക്കെ, ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണല്ലോ. അടുത്ത് വരുന്നതാണ് എന്ത്? ഹീമോഫീലിയ. എന്തുകൊണ്ടാണ്? നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടർ ആയിട്ടുള്ള 8ഉം 9ഉം അതാണ് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകൾ. ഇത് ആബ്സെൻ്റ് ആകുന്നത് കാരണം നമ്മുടെ ക്ലോട്ടിംഗ് പ്രോട്ടീനുകളുടെ അളവ് കുറയും. അപ്പോൾ എന്ത് പറ്റും? രക്തം കട്ട പിടിക്കാതിരിക്കുകയും ചെറിയ കട്ടുകളിലൂടെ തന്നെ എക്സസീവായിട്ട് രക്തം പോവുകയും ചെയ്യും. ഓക്കെ, ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. ചെറിയ മുറിവുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകാം. ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ വരെ രക്തലോസ് ഹെമറേജ് എന്ന് വെച്ചാൽ ബ്ലഡ് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യാം. ഇതാണ് രണ്ട് രോഗങ്ങളെന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹെറിഡിറ്ററി ഡിസീസ് ഇവിടെ തീർന്നു. അപ്പോൾ രോഗങ്ങൾ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. രോഗങ്ങളെ പറ്റി നമ്മളിവിടെ എന്ത് ചെയ്തു? വിശദമായിട്ട് പറഞ്ഞു. ഈ ഫ്ലോ ചാർട്ട് ഓർമ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാം. ട്രീറ്റ്മെൻറ്റിൽ ഇവിടെ എന്താ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 തരം ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്കിപ്പോൾ 3 അല്ല, ഇപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിലും മെയിനായിട്ട് 3 എണ്ണം. ഒന്ന് നമ്മുടെ മോഡേൺ മെഡിസിൻ, മറ്റൊന്ന് ആയുർവേദം, പിന്നൊന്ന് ഹോമിയോപ്പതി. നമ്മൾ ഈ മോഡേൺ മെഡിസിൻ തന്നെ അലോപ്പതി എന്നും പറയാറുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 3 എന്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്നത്. ഈ 3 സിസ്റ്റം എന്താണെന്നാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു രോഗം വന്നാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് 3 രീതിയിൽ എടുക്കാം അല്ലെ. 3 തരം ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. അലോപ്പതി സാധാരണ ആശുപത്രിയുണ്ട്, നമ്മളതിന് മോഡേൺ മെഡിസിൻ എന്ന് പറയും. ആയുർവേദ ആശുപത്രിയുണ്ട്, ഹോമിയോപ്പതി ആശുപത്രിയുണ്ട്. പിന്നെ ഇതെല്ലാം സിദ്ധ യുനാനി ചികിത്സകളൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള 3 എണ്ണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പലതരം സിസ്റ്റംസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയുർവേദം. പിന്നെ ഒന്ന് നമ്മൾ യുനാനി അതുപോലത്തെയൊക്കെ ഉണ്ട്. നമുക്കത് നോക്കണ്ട. നമുക്ക് ആദ്യത്തെ 3 മെയിൻ സാധനങ്ങൾ നോക്കിയാൽ മതി. ആയുർവേദത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് എന്തെന്ന് പറയുന്നത്, ആയുർവേദം എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യയിലാണിത് ആരംഭിക്കുന്നത്. ആരാണ് ഈ പറയുന്ന ആയുർവേദ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ചരക സംഹിത എഴുതിയ ചരക, അല്ലെങ്കിൽ ശുശ്രുതയും ഇതിനകത്ത് പറയാറുണ്ട്. അപ്പോൾ ശുശ്രുതനും ചരകനും എന്ന് പറയും. എന്നാലും കറക്റ്റ് ഫാദർ ഓഫ് ദിസ് മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചരക എന്ന് പറയുന്ന ഒരു സന്യാസിയാണ് അല്ലെങ്കിൽ ഒരു മഹർഷിയാണ്. എന്താണ് സംഭവം? ഇവിടെ നമ്മൾ
ചെടികളിൽ നിന്നോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നോ പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ ബേസ്ഡ് സബ്സ്റ്റൻസുകളാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഇതെവിടെ എന്താ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബോഡിലി ഫങ്ഷൻസ്. നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നോർമൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെ? ഡയറ്റ് റെഗുലേഷൻസിലൂടെ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിലൂടെ, പിന്നെ എക്സസൈസിലൂടെ. അപ്പോൾ ആഹാരത്തെ കൺട്രോൾ ചെയ്ത്, നമ്മൾ പഥ്യം എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? നമ്മൾ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം എടുക്കാറുണ്ട്. പഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? ചില സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കും. പിന്നെ ആയുർവേദ മരുന്നുകൾ, അതിൽ ആയുർവേദം എന്ന് പറയുമ്പോൾ ചെടികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുള്ളതൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ എന്തുവാണ്? എക്സർസൈസും കൂടെ കൊണ്ട് നമ്മുടെ ബോഡിലി ഫങ്ഷൻസിന് ബാലൻസ് ചെയ്ത് അസുഖം മാറ്റുന്ന ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ആയുർവേദം. സിമ്പിൾ അല്ലേ? ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ രൂപീകരിച്ച ചരക സന്യാസി അല്ലെങ്കിൽ ചരക മഹർഷിയുടെ പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത ഒരു ഫീൽഡ് ഓഫ് മെഡിസിൻ ആണ് ആയുർവേദം എന്ന് പറയുന്നത്. അതിലെന്താണ്? നമ്മുടെ ബോഡിലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് രോഗങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ത്രൂ ഡയറ്റ് റെഗുലേഷൻസ്, ഹെർബൽ മെഡിസിൻസ് ആൻഡ് എക്സസൈസ്. എങ്കിൽ ജർമ്മനിയിൽ രൂപപ്പെട്ട ഒരു മേഖലയാണ് എന്ത്? ഹോമിയോപ്പതി എന്ന് പറയും. ഈ ഹോമിയോപ്പതിയെ പറ്റി ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് നല്ലതാണെന്നും തെറ്റാണെന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്കതിലിപ്പോൾ തൽക്കാലം ഒന്നും പറയട്ടെ, നമുക്ക് കാര്യം പഠിക്കാം. അപ്പോൾ ജർമ്മൻ ഡോക്ടർ ആയിട്ടുള്ള സാമുവൽ ഹാനിമാൻ, ഓക്കെ, സാമുവൽ ഹാനിമാൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹോമിയോപ്പതി തുടങ്ങുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസിങ് ഡൈല്യൂട്ടഡ് ഡോസ് ഓഫ് നാച്ചുറൽ സബ്സ്റ്റൻസസ്. അസുഖം ഉണ്ടാക്കുന്ന രോഗകാരികളെ ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ച് അത് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്ത് ഈ പറയുന്ന ആളുടെ രോഗത്തെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജർമ്മൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ. ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് യൂസസ് ഡൈല്യൂട്ടഡ് ഡോസസ് ഓഫ് natural substances that causes symptoms in a healthy person to prevent diseases. ഓക്കെ, അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് രോഗകാരികൾ തന്നെയാണ് നമ്മളിവിടെ നേർപ്പിച്ച് എടുക്കുന്നത്. പക്ഷെ ആ നേർപ്പിച്ചെടുക്കുന്ന കാര്യത്തിലാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. അത് നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് നമ്മൾ പഠിക്കുന്ന മോഡേൺ സയൻസും ഈ പറഞ്ഞ ഒരു കാര്യമായിട്ട് ഭയങ്കര കോൺട്രഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല രാജ്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ആയുർവേദവും ചില രാജ്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് അതിലോട്ട് പിന്നെ പോകാം. പിന്നെ വരുന്ന മോഡേൺ മെഡിസിൻ, അല്ലേ? നമ്മുടെ ഹിപ്പോക്രാറ്റസ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പഠിച്ച് ഭാവിയിൽ ഡോക്ടർ ആവുകയാണെങ്കിൽ, നിങ്ങൾ ഡോക്ടർ ആകുമ്പോൾ ഹിപ്പോക്രാറ്റ്സ് ഓത്ത് എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിസീഷ്യൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ പറയുന്ന മോഡേൺ മെഡിസിൻ കൊണ്ടുവരുന്നത്. അന്ന് ഉണ്ടായിരുന്ന രോഗങ്ങളെ പറ്റിയുള്ള പല സൂപ്പർസ്റ്റിഷ്യൻസ് അഥവാ അന്ധവിശ്വാസങ്ങളെ ഇല്ലാണ്ടാക്കാൻ ഇതിന് പറ്റി. കാരണം ദൈവത്തിൻ്റെ ശാപം കൊണ്ട് അല്ലെങ്കിൽ ദൈവകോപം കൊണ്ട് അല്ലെങ്കിൽ കൂടോത്രം കൊണ്ട് ബ്ലാക്ക് മാജിക് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നും, അല്ലെങ്കിൽ ഈ രോഗം വന്ന ആൾ ശപിക്കപ്പെട്ട ആളാണ്, അയാൾ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് വിഡ്ഢിത്തങ്ങൾ എന്ത് ചെയ്തു? മാറ്റാനായിട്ട് ഇതുകൊണ്ട് സാധിച്ചു. അതായത് ഇവിടെ രോഗകാരികൾ, പാത്തോജനുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിജൻ, ആൻറ്റിബോഡി എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച മേഖലയെല്ലാം എന്തിനകത്താണ് വരുന്നത്? മോഡേൺ മെഡിസിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിനെ പറ്റി തന്നെ നോക്കാം. അപ്പോൾ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഒരുപാടുണ്ട്. ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി, മോഡേൺ മെഡിസിൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന ആയുർവേദമാണ്. ആയുർവേദം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബോഡിലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഡയറ്റിലൂടെ, ഹെർബൽ മെഡിസിൻസിലൂടെ, എക്സസൈസിലൂടെ. പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ ബേസ്ഡ് സബ്സ്റ്റൻസ് ആണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ചരകനാണ് ഈ പറയുന്ന സിസ്റ്റം ആരംഭിച്ചത്, ചരക. ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജർമ്മൻ ഫിസീഷ്യൻ ആയിട്ടുള്ള സാമുവൽ ഹാനിമാൻ ആണ് കൊണ്ടുവരുന്നത്. എന്താണ്? ഡൈല്യൂട്ടഡ് ഡോസ് ഓഫ് നാച്ചുറൽ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് നടത്തുന്നു. അടുത്ത് വരുന്നതാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ഗ്രീക്ക് ഫിസീഷ്യൻ ആയിട്ടുള്ള ഹിപ്പോക്രാറ്റസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും? പാത്തോജനുകളെയും അതിനെ ട്രീറ്റ് ചെയ്യാൻ ഡയഗ്നോസ് ചെയ്ത് രോഗങ്ങൾ മാറ്റുന്നതുമാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ മെഡിസിൻസ് ഏതൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, മോഡേൺ മെഡിസിൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി മോഡേൺ മെഡിസിനിൽ എങ്ങനെയാണ് നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ പോകുന്നതിനെ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്? നമ്മൾ കൺസൾട്ടേഷൻ എടുക്കും. കൺസൾട്ട് ചെയ്ത ഡോക്ടർ ആദ്യം ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ രോഗത്തെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. രോഗത്തെ എന്ത് ചെയ്യുക? ഡയഗ്നോസ് ചെയ്യുക, കണ്ടെത്തുക. എങ്ങനെയായിരിക്കും? നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കല്ലേ എന്താ നിങ്ങളുടെ അസുഖം? അപ്പോൾ നമ്മൾ പറയും ഭയങ്കര തലവേദനയാണ് ഡോക്ടറെ, തലവേദന. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ സിംറ്റംസ് ആദ്യം അസസ് ചെയ്യും. എന്നിട്ട് ഡോക്ടർ പറയും ചിലപ്പോൾ ഇച്ചിരി BP ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ലാബിലോട്ട് പറഞ്ഞോളൂ. അപ്പോൾ ലാബിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. പിന്നെ നമുക്കറിയാമല്ലോ ഈ പറഞ്ഞ സ്റ്റെത്തസ്കോപ്പൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്ത്, ഇനി അതിന് കൂടുതലാണെങ്കിൽ MRI, CT അങ്ങനത്തെ രീതികളൊക്കെ എടുത്തിട്ട് ആദ്യം രോഗം എന്താണെന്ന് കണ്ടെത്തും. രോഗം കണ്ടെത്തി അടുത്ത ജോലി എന്താ? ആദ്യം മരുന്ന് തരിക. ചിലപ്പോൾ മരുന്ന് മാറുന്ന രോഗങ്ങളാണെങ്കിൽ അവിടെ കൊണ്ട് മാറും. ചില രോഗങ്ങൾ മരുന്ന് കൊണ്ട് മാറണമെന്നില്ല, സർജറി വേണ്ടി വരും.
ഇനി അതിലും കഠിനമായ രോഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓർഗനുകളെ തന്നെ മാറ്റി വെക്കേണ്ടതായിട്ട് വരാം. ഇനി ചില ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ റേഡിയേഷൻ തെറാപ്പിയൊക്കെ നമുക്ക് വേണ്ടി വരാം. അപ്പോൾ നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം രോഗത്തെ ഡയഗ്നോസ് ചെയ്യുക, അതിനുശേഷം അതിനെ ട്രീറ്റ് ചെയ്യുക. ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സിംറ്റംസ് നോക്കും, ടെസ്റ്റുകൾ നടത്തും, ചെക്കപ്പുകൾ നടത്തും. രോഗം മനസ്സിലായി കഴിഞ്ഞാൽ, രോഗം കിട്ടിക്കഴിഞ്ഞാൽ മെഡിസിൻസ് തരും. മാറിയില്ലെങ്കിൽ സർജറി വേണ്ടതിന് സർജറി, ഓർഗൻ മാറ്റേണ്ടതിന് ഓർഗൻ മാറ്റും, റേഡിയേഷൻ തെറാപ്പിക്ക് റേഡിയേഷൻ തെറാപ്പി. ഇതൊന്നും അത്ര നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര സുഖമുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. പറഞ്ഞു പോകുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഓർഗൻ മാറ്റുന്നു, റേഡിയേഷൻ എന്നൊക്കെ പറയുന്നു. ഇതൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഡയഗ്നോസിസിൽ നിന്നാണ്. അതിൽ നമ്മൾ സിംറ്റംസിനെ അസസ് ചെയ്യും, ലാബിൽ ടെസ്റ്റ് നടത്തും, ബോഡി ചെക്കപ്പ് നടത്തും. അതിലൂടെ നമ്മൾ രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കും. സർജറി ഉണ്ട്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, റേഡിയേഷൻ തെറാപ്പിയും ഉണ്ട്. അങ്ങനെ നമ്മൾ രോഗങ്ങൾ കണ്ടെത്തും. നമുക്ക് അതിന് ഡയഗ്നോസിലോട്ടും ശ്രദ്ധിക്കാം. എങ്ങനെയാണ് രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്? സിംറ്റംസ് നോക്കും, അല്ലെങ്കിൽ നമ്മൾ പല ടെസ്റ്റുകൾ നടത്തും, അല്ലെങ്കിൽ ബോഡി ചെക്കപ്പ് നടത്തും. ഇതൊക്കെ നടത്താനായിട്ട് നമുക്ക് പലതരം ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ആവശ്യവും വരും. ഓക്കെ, സ്റ്റേജസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്, മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ രോഗങ്ങളെ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്? ഇത്തരം മെഷീൻസുകളുണ്ട് അല്ലേ, MRI അല്ലെങ്കിൽ CT, പിന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റെത്തസ്കോപ്പ് ഉണ്ട്, ബ്ലഡ് ചെക്ക് അല്ലേ, ബ്ലഡിലേക്ക് ടെമ്പറേച്ചർ ചെക്ക്, തെർമോമീറ്റർ ഉണ്ട്, BP നോക്കുന്ന സാധനങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് യൂസസ് ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്റ്റെതസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ശബ്ദത്തിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്. സ്പിഗ്മോ മാനോമീറ്റർ BP ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഡയറക്റ്റായിട്ട് അത് തന്നെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അല്ലേ. സ്പിഗ്മോ മാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നമ്മൾ അതിന് പ്രസ്സൊക്കെ ചെയ്ത് കണ്ടുപിടിക്കണം. ഡിജിറ്റൽ ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധനം കൊടുത്താൽ മതി, അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഡിജിറ്റലി സാധനം കാണിക്കും. പൾസ് ഓക്സിമീറ്റർ കൊറോണ വന്നതിന് ശേഷം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നമ്മുടെ ഓക്സിജൻ ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വീട്ടിൽ ഇത് ഓരോന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാകും. തെർമോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? ബോഡി ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എൻഡോസ്കോപ്പ് എന്താണ്? നമ്മുടെ ഇന്റേണൽ ഈ ക്യാമറ ഈ മൂക്കിലൂടെയോ വായിലൂടെയോ ഒക്കെ കടത്തിവിടുന്ന പരിപാടി, ഇന്റേണൽ ഓർഗൻസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. UV സ്കാനർ എന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സ്കാനറാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സ്കാനിങ് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഈ മോളിൽ കണ്ട പോലത്തെ ഒരു വലിയ ഉപകരണത്തിനകത്തോടൊക്കെ കയറ്റി വിടും നമ്മൾ. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. CT സ്കാൻ കമ്പ്യൂട്ടർ ട്രോമ സ്കാനിങ് ആണ്. ക്രോസ് സെക്ഷൻ ഇമേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഓർഗനുകളുടെയൊക്കെ പകുതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് നമ്മൾ എന്ത് പറ്റും? ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ എന്ന് പറയും. ഇനി മോഡേൺ മെഡിസിനിൽ നമ്മൾ എല്ലാ രോഗങ്ങളെയും പല കാറ്റഗറികളിലോട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിനും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ തരം മെഡിസിൻസും ഉണ്ട്. ജനറൽ മെഡിസിൻ, നിങ്ങൾ ആശുപത്രി പോകുമ്പോൾ പല വിഭാഗങ്ങളുണ്ടാകും അല്ലേ. നമ്മൾ എന്ത് രോഗമാണോ അതനുസരിച്ചാണ് നമ്മൾ ഓരോ OPയിലോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുന്നത്, കൺസൾട്ടേഷൻ എടുക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ജനറൽ മെഡിസിൻ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ സാധാരണ എന്ത് രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുപോയി കാണിക്കുന്നത് ജനറൽ മെഡിസിനിലാണ് അല്ലേ. എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഇതുകൊണ്ട് മാറാത്തതാണെങ്കിൽ ഓരോ വിഭാഗത്തിലൂടെ നമ്മൾ പറഞ്ഞു വിടും. ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ കാർഡിയോളജി, കുട്ടികൾക്കാണെങ്കിൽ പീഡിയാട്രിക്സ്, ഈ പറയുന്ന പുരുഷന്മാരുടെ യൂറിനറി ട്രാക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് യൂറോളജി, കിഡ്നിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നെഫ്രോളജി, ഈ പറയുന്ന സ്ത്രീകളുടെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് പ്രഗ്നൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഗൈനക്കോളജി, ബ്രെയിനുമായി അല്ലെങ്കിൽ നെർവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ന്യൂറോളജി, ഇയർ നോസ് ത്രോട്ട് ആണെങ്കിൽ ENT എന്നിങ്ങനെയുള്ള പല മേഖലകളും ഉണ്ട്. സെറ്റ്, ഇവിടെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നെക്സ്റ്റ് വരുന്നത്, ഇപ്പോൾ നമ്മുടെ ഡയഗ്നോസിങ് പരിപാടി കഴിഞ്ഞു. മോഡേൺ മെഡിസിൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്? ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ആദ്യം എന്താണ്? മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. രോഗം എന്താണ് കണക്കാക്കി നമ്മൾ ആ രോഗത്തെ മനസ്സിലാക്കി പലതരം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഈ മരുന്നുകൾ നമ്മൾ പലപ്പോഴും ചെടികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ മൈക്രോ ഓർഗാനിസങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യാറാണോ പതിവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നെന്ന് പറയുന്നതാണ് ആൻറ്റിബോഡികൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ഈ ബാക്ടീരിയകളെ അല്ലേ. ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? മൈക്രോ ഓർഗാനിസങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാറോ ആണ് പതിവ്. അപ്പോൾ എന്താണ് ആൻറ്റിബോഡീസ്? ആൻറ്റിബോഡീസ് ആർ മെഡിസിൻസ് that are either derived from microorganisms or produced synthetically and are used against bacteria. ബാക്ടീരിയകൾ മാറാനായിട്ടാണ്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്.
പക്ഷെ നിങ്ങളിപ്പോൾ പലപ്പോഴും മെഡിക്കൽ സ്റ്റോറുകളൊക്കെ പോകുമ്പോഴേ അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതായത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക്സുകൾ ഇവിടെ വിൽക്കുന്നതല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങ് എഴുതി വെച്ചത്? കാരണം നമുക്കിപ്പോൾ എനിക്കൊരു ദിവസം പനി വന്നു നല്ല കഫക്കെട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്കിപ്പോൾ ഈ പാരസെറ്റമോള്, സെട്രസാൻ പോലുള്ള ഗുളികകളൊക്കെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് കൂടുതലാണെങ്കിൽ നമ്മൾ അസിത്രോമൈസിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കും. എനിക്ക് ഒരു തവണ രോഗം വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു, ഡോക്ടർ എഴുതി തന്നത് ഞാൻ വാങ്ങിച്ചു, കഴിച്ചു, മാറി. അപ്പോൾ അടുത്ത തവണ രോഗം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഡോക്ടറെ കാണുന്ന ആ ഒരു പരിപാടിയൊക്കെ വേണ്ടെന്ന് വെച്ച് നേരെ എന്ത് ചെയ്യും, മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇത് വാങ്ങിച്ചു കഴിക്കുമ്പോൾ അറിയാമല്ലോ ഈ ഓരോ ആൻറ്റിബയോട്ടിക്സിനും അതിനൊരു ഡോസേജ് ഉണ്ട്. നമ്മുടെ രോഗത്തിൻ്റെ സിവിയാരിറ്റി എങ്ങനെ, അതൊക്കെ പഠിച്ചവരാണല്ലോ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരത് നോക്കിയിട്ടാണ് തരുന്നത്. നമ്മളപ്പോൾ സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഓൾറെഡി ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അതിന് പലതരം സൈഡ് എഫക്ട്സുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആൻറ്റിബയോട്ടിക്സ് കഴിക്കാൻ പാടില്ല, അതിനകത്ത് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ സൈഡ് എഫക്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് എന്താണെന്നറിയാവോ? അത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് മുമ്പത്തെ ചാപ്റ്ററാണെന്ന് തോന്നുന്നു പഠിച്ചത് അല്ലേ? ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സുകൾ ഈ മൈക്രോ ഓർഗാനിസം റെസിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് മെഡിക്കൽ ഷോപ്പുകളിൽ അങ്ങനെ ഒരു ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സ്? ഇതെല്ലാവർക്കും വരുന്നതാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ വയറ് പ്രശ്നം വരും, അല്ലെങ്കിൽ ഗ്യാസ്, ഡിസെൻട്രി ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അഫക്റ്റ് ചെയ്യും. ഡയറിയ, വോമിറ്റിങ്, സ്റ്റൊമക് പെയിൻ ഒക്കെ ഉണ്ടാക്കും. ചിലർക്ക് ഇത് അലർജികളുണ്ടാകും. അമിതമായി കഴിക്കുന്നത് നമ്മുടെ ലിവറുകളെയും കിഡ്നികളെയും ഇത് അഫക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് കാണുന്ന ബെനിഫിഷ്യൽ ബാക്ടീരിയാസിനെ ഇത് നശിപ്പിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ഒന്ന്, പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ദഹനത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ആൻറ്റിബോഡീസ് അഥവാ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഡോസേജ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, നമുക്ക് ചിലപ്പോൾ 5 ഗുളികയായിരിക്കും ഡോസേജ്. 2 ഗുളിക കഴിച്ചപ്പോൾ തന്നെ മാറി, നമ്മൾ അവിടെ വെച്ചങ്ങ് നിർത്തും. ഡോക്ടർ 5 കഴിക്കാൻ പറഞ്ഞാൽ 5 കഴിക്കണം. നമ്മൾ ഈ 2 കഴിച്ച് നിർത്തുമ്പോൾ കുറേ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബാക്ടീരിയ മരിച്ചിട്ടുണ്ടാകും, ബാക്കി അവിടെ ഉണ്ടാകും. അത് ചിലപ്പോൾ ഇതിന് റെസിസ്റ്റായി തുടങ്ങാൻ ശീലിക്കുകയായിരിക്കും. 2 ഗുളികയും കൂടി കഴിച്ചാൽ അത് പൂർണ്ണമായിട്ട് അങ്ങ് ഭേദമാകും. പക്ഷെ നമ്മൾ അവിടെ വെച്ച് നിർത്തുമ്പോൾ ഈ ബാക്ടീരിയകൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പഠിച്ചു തുടങ്ങും. അങ്ങനെ പഠിച്ച് ചിലപ്പോൾ കാലം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന മരുന്ന് കഴിച്ചാലും എഫക്റ്റ് ആകാത്ത അവസ്ഥ ഉണ്ടാകും. അതാണ് ഈ പറയുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ആൻറ്റിബയോട്ടിക്സുകൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇതാണ് ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ ഓർമ്മയിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? എന്താണ്? മൈക്രോ ഓർഗാനിസങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സിന്തറ്റിക്കലി ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന വസ്തുക്കളാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. ഡയറിയ, വോമിറ്റിംഗ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും, അലർജി ഉണ്ടാക്കും, ലിവറിനെയും കിഡ്നിയെയും ഡാമേജ് ചെയ്യാം, ബെനിഫിഷ്യൽ ബാക്ടീരിയാസിനെ ഇല്ലാണ്ടാക്കാം, റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. തീർന്നു. ഇനി ചെറിയ 2-3 ഭാഗങ്ങളേ ഉള്ളൂ. അതിലാദ്യം വരുന്നതാണ് ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. നിങ്ങൾ ഇപ്പോഴത്തെ ചോദ്യ പേപ്പറിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് നിങ്ങൾ റെഡ് ക്രോസിൽ വർക്ക് ചെയ്യുന്നു, റെഡ് ക്രോസ് പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ NSSൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ രക്തദാനത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രക്തദാനം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രക്തം കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഗൈഡ് ലൈൻസുകൾ എന്തൊക്കെയാണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് വായിച്ചു വിട്ടാൽ സിമ്പിൾ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. അപ്പോൾ അതിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സംഭവം ഒറ്റ സിമ്പിൾ ആണെങ്കിലും ഇത് ഞാൻ വിട്ടുപോയതാണ്, ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞിട്ട് പറയേണ്ടതായിരുന്നു. ഇത് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകളെ കൊല്ലുന്നതാണെങ്കിൽ മറ്റ് പല രോഗങ്ങൾക്കും മരുന്നുകളുണ്ട്. അപ്പോൾ ആ മരുന്നുകളും എന്താണ് അതിൻ്റെ പർപ്പസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ഈ തന്നിട്ടുള്ളത് ഞാനൊരു ടേബിളാക്കി തന്നിട്ടുണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻറ്റി വൈറൽ ഡ്രഗ്സ് വൈറസ് രോഗങ്ങൾക്കെതിരെയാണെന്നുള്ളത് പേരിൽ നിന്ന് തന്നെ കിട്ടും. ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് ഫംഗസ് രോഗങ്ങൾക്കെതിരെയാണെന്നും കിട്ടും. ആൻറ്റി പ്രോട്ടോസോവൽ ഡ്രഗ്സ് പ്രോട്ടോസോവ രോഗങ്ങൾക്കെതിരെയാണെങ്കിൽ ആൻറ്റി ഹെൽമിനിറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് വേംസ്, ആൽബൻഡസോളൊക്കെ നിങ്ങൾ കഴിക്കുന്ന നമ്മൾ വേം ഇൻഫെസ്റ്റേഷൻ പഠിച്ചില്ലേ. പിന്നെ വരുന്ന ആൻറ്റി പൈററ്റിക്, കെമിസ്ട്രി പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, ഫീവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റി പൈററ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ഇനി രക്തദാനം ചെയ്യാൻ, രക്തദാനം മഹാദാനം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ രക്തദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആർക്കൊക്കെ രക്തം കൊടുക്കാം, ആർക്കൊക്കെ കൊടുത്തുവിടാം. 18നും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മിനിമം വെയിറ്റ് ഒരു 50 കിലോ എങ്കിലും വേണം. ആസ്മ, എപ്പിലെപ്സി, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ക്യാൻസർ തുടങ്ങിയവർ രക്തം എന്ത് ചെയ്യരുത്? കൊടുക്കരുത്.
ഹീമോഗ്ലോബിൻ ലെവൽ എന്ന് പറയുന്ന രക്തത്തിൽ മിനിമം 12.5 ഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ രക്തം എടുക്കുന്നവർ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി മെൻസ്ട്രേഷനിലുള്ളവർ, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു വർഷം ഡെലിവറിക്ക് 1 വർഷത്തിനകത്തുള്ളവരും സ്ത്രീകൾ എന്ത് ചെയ്യരുത്? ബ്ലഡ് കൊടുക്കരുത്. എ ഹെൽത്തി മാൻ ക്യാൻ ഡൊണേറ്റ് വൺസ് ഇൻ എവറി 3 months ആൻഡ് എ ഹെൽത്തി വുമൺ ക്യാൻ ഡൊണേറ്റ് വൺസ് ഇൻ എവറി 4 months. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3 മാസം കൂടുമ്പോൾ രക്തദാനം ചെയ്യാം. സ്ത്രീ ആണെങ്കിൽ 4 മാസം കൂടുമ്പോഴും രക്തദാനം ചെയ്യാം, പ്രൊവൈഡഡ്, ഈ വാക്ക് ശ്രദ്ധിച്ചോളണം, ഹെൽത്തി, നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ. അസുഖങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് രക്തം കൊടുക്കാൻ നിൽക്കരുത്, അത് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് രക്തദാനത്തെ പറ്റി പറയുമ്പോൾ. ഇനിയാണ് ഇതിനകത്തൊരു മെയിൻ സംഭവം വരുന്നത്. രക്തം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് രക്തഗ്രൂപ്പുകൾ, അല്ലേ? അപ്പോൾ ഈ രക്തഗ്രൂപ്പുകളെ പറ്റി നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഗൈഡ് ലൈൻസ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന പരിപാടിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഒരാൾ രക്തം കൊടുക്കും. ഇയാളെ വിളിക്കുന്ന പേര് ഡോണർ. ആരാണോ ഈ രക്തം അക്സെപ്റ്റ് ചെയ്യുന്ന ആള്, അയാളെ വിളിക്കുന്ന പേരാണ് റെസിപ്പിയന്റ്. എന്താണ്? റെസിപ്പിയന്റ്. അപ്പോൾ രക്തം കൊടുക്കുന്ന ആൾ ഡോണർ, വാങ്ങുന്ന ആള് റെസിപ്പിയന്റ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ എന്ത് പറ്റും? ദ പേഴ്സൺ ഹൂ ഗീവ്സ് ബ്ലഡ് ഈസ് നോൺ എസ് ഡോണർ ആൻഡ് ദ പേഴ്സൺ ഹൂ റിസീവ്സ് ദ ബ്ലഡ് ഈസ് നോൺ എസ് റെസിപ്പിയന്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ രക്തഗ്രൂപ്പുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, അല്ലേ? ബ്ലഡിൻ്റെ ഗ്രൂപ്പ്. അപ്പം നമ്മുടെ രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് തീരുമാനിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നോക്കുക, നമ്മുടെ രക്തം എന്ന് പറയുമ്പോൾ രക്തത്തിൻ്റെ ഗ്രൂപ്പ് തീരുമാനിക്കാനായിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നോക്കിക്കൊള്ളേ. നമ്മുടെ രക്തത്തിനകത്ത് ഇതുപോലത്തെ RBCകളുണ്ട്. ഈ RBCകളിൽ ചില ആൻറ്റിജനുകളുണ്ട്. ചില ആൻറ്റിജൻ എന്നല്ല, പ്രധാനമായിട്ടും 2 ആൻറ്റിജനാണ് ഉള്ളത്. ഒന്ന് A എന്ന ആൻറ്റിജനും മറ്റൊന്ന് B എന്ന ആൻറ്റിജനും. നമ്മുടെ ഈ പറയുന്ന RBCയിൽ ഇങ്ങനെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നവർ കാണിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ നമുക്ക് എന്തുണ്ട്? ആൻറ്റിജനുകളുണ്ട്. ഈ രക്തം ഇരിക്കുന്നത് പ്ലാസ്മയിലല്ലേ? പ്ലാസ്മ. ഈ പ്ലാസ്മയിൽ എന്തുണ്ട്? ആൻറ്റിബോഡിയും ഉണ്ട്. എന്തുണ്ട്? ആൻറ്റിബോഡിയും ഉണ്ട്. അപ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡിയൊക്കെ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ രക്തത്തിൽ നമ്മുടെ ഈ പറയുന്ന RBCയുടെ സർഫസിലായിട്ട് ആൻറ്റിജൻ ഇരിപ്പുണ്ട്. എത്ര തരം ആൻറ്റിജനാണ് മനുഷ്യരിൽ സാധാരണ കാണുന്നത്? 2. A എന്ന ആൻറ്റിജനാണ് ഉള്ളതെങ്കിൽ അത് A ഗ്രൂപ്പ്. A എന്ന ആൻറ്റിജനാണ് ഉള്ളതെങ്കിൽ അത് A ഗ്രൂപ്പ്. ഇതാ കണ്ടോ, ഇത് A എന്ന ആൻറ്റിജനാണ്. ഈ A എന്ന ആൻറ്റിജൻ മാത്രമാണ് നമ്മുടെ രക്തത്തിലിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? A ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഗ്രൂപ്പ് A ഉണ്ടെങ്കിൽ അത് A, B ഉണ്ടെങ്കിൽ അത് B. എയും ബിയും ഒരുമിച്ചാണ് കാണുന്നതെങ്കിൽ അതിന് നമ്മൾ AB ഗ്രൂപ്പ് എന്ന് വിളിക്കും. കണ്ടോ, എയും ഉണ്ട് ബിയും ഉണ്ട്, ഒരുമിച്ചിരുന്നാൽ അതിനെ AB ഗ്രൂപ്പ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? AB ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇനി എയും ബിയും ഇല്ല, ഇങ്ങനെ ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മളതിന് O ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ രക്തഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും രക്തത്തിലെ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസിനകത്ത് ഒരു ആൻറ്റിജൻ ഇരിപ്പുണ്ട്. ആൻറ്റിജൻ എന്താണെന്നറിയാമല്ലോ? ആൻറ്റിജൻ ഇരിപ്പുണ്ട്. അത് ഒന്നുകിൽ A ആൻറ്റിജൻ ആണെങ്കിൽ അത് A ഗ്രൂപ്പ്, B ആൻറ്റിജൻ ആണെങ്കിൽ അത് B ഗ്രൂപ്പ്, AB ആൻറ്റിജൻ ആണെങ്കിൽ അത് AB ഗ്രൂപ്പ്, ആൻറ്റിജൻ ഒന്നും ഇല്ലെങ്കിൽ അത് O ഗ്രൂപ്പ്. ഇനി പിന്നീട് നമ്മളൊരു സാധനം കണ്ടുപിടിച്ചു. ഈ എയും ബിയും അല്ലാതെ മറ്റൊരു ആൻറ്റിജൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ആൻറ്റിജൻ D. എന്താണ്? ആൻറ്റിജൻ D. ഈ ആൻറ്റിജൻ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഈ പച്ച നിറത്തിൽ കാണുന്ന സാധനമാണ് ആൻറ്റിജൻ D എന്ന് പറയും. ഈ ആൻറ്റിജൻ D നമ്മുടെ രക്തത്തിൽ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ആൻറ്റിജൻ ഡിയും കൂടെ നമ്മുടെ രക്തത്തിൽ ഇരുന്നാൽ നമ്മളതിനെ പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി എന്താ സംഭവം, അല്ലേ? A എന്ന് പറഞ്ഞാൽ വെറും A ഗ്രൂപ്പിൻ്റെ കൂടൊപ്പം ആൻറ്റിജൻ ഡിയും കൂടി ഉണ്ടെങ്കിൽ എന്താ കണ്ടോ, ഈ ചെറിയ ക്ലിപ്പച്ച കണ്ടോ, ഈ ക്ലിപ്പച്ചയാണ് ആൻറ്റിജൻ D. ഈ പറയുന്ന ആൻറ്റിജൻ ഡിയും കൂടി ഉണ്ടെങ്കിൽ നമ്മളതിനെ A പോസിറ്റീവ് എന്ന് വിളിക്കും. ബിയോടൊപ്പമാണ് ഈ പറയുന്ന D ഉണ്ടെങ്കിൽ നമ്മളതിനെ P പോസിറ്റീവ് എന്ന് വിളിക്കും. AB-യോടൊപ്പമാണ് D ഉള്ളതെങ്കിൽ നമ്മളതിനെ AB പോസിറ്റീവ് എന്ന് വിളിക്കും. O ഗ്രൂപ്പിനോടൊപ്പമാണ് ഈ പറയുന്ന ആൻറ്റിജൻ D ഉണ്ടെങ്കിൽ അത് O പോസിറ്റീവ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഈ D എന്ന പേര് കേട്ടിട്ടുണ്ടാകത്തില്ല. ഇത് ആദ്യമായി നമ്മൾ കണ്ടെത്തുന്നത് റീസസ് മങ്കി എന്ന് പറയുന്ന ഒരു കുരങ്ങനിലാണ്, അല്ലെങ്കിൽ ഒരു കുരങ്ങിൻ്റെ വകഭേദത്തിലാണ്. അതുകൊണ്ട് നമ്മളിതിനെ RH ഫാക്ടർ എന്നും പറയും. അതായത് D ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ RH പോസിറ്റീവ് എന്ന് പറയും. സത്യത്തിൽ അത് തന്നെയാണ് നമ്മുടെ A പോസിറ്റീവ്. ഇനി അതില്ലെങ്കിൽ നമ്മൾ കണ്ടോ നെഗറ്റീവ് എന്ന് പറയും. കണ്ടോ മുകളിലില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് പറഞ്ഞു? നെഗറ്റീവ് എന്നും പറയും. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, രക്തത്തിൽ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ആൻറ്റിജൻ പ്രധാനമായിട്ട് 2 എണ്ണം ഉണ്ട്. A ആൻറ്റിജനും B ആൻറ്റിജനും. A ആൻറ്റിജൻ ഉണ്ടെങ്കിൽ A ഗ്രൂപ്പ്, B ആൻറ്റിജൻ ഉണ്ടെങ്കിൽ B ഗ്രൂപ്പ്, Aയും Bയും ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ്.
ആൻറ്റിജൻ ഒന്നും തന്നെ രക്തഗ്രൂപ്പിൽ ഇല്ല എങ്കിൽ നമ്മളതിനെ O ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന എയോ ബിയോ എ ബിയോ ഇതിനോടൊപ്പം ആൻറ്റിജൻ ഡി ഇതിനെയാണ് RH എന്ന് പറയുന്നത് കേട്ടോ. അതുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് എന്ന് പറയും. അതായത് ഇവിടെ കണ്ടോ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിജൻ എ, അതിനോടൊപ്പം ഈ പോസിറ്റീവ് ഡിയും കൂടി വന്നപ്പോൾ എ പോസിറ്റീവ് എന്ന് വിളിച്ചു. ബിയോടൊപ്പം പോസിറ്റീവ് വന്നപ്പോൾ ബി പോസിറ്റീവ്, എ ബിയോടൊപ്പം പോസിറ്റീവ് വന്നപ്പോൾ എ ബി പോസിറ്റീവ്, ഓയോടൊപ്പം പോസിറ്റീവ് വന്നപ്പോൾ O പോസിറ്റീവ്. ഇല്ലെങ്കിൽ നെഗറ്റീവ്, ഇങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ, ഇത് ആൻറ്റിജൻ ഇതല്ലാതെ നമ്മൾ രക്തഗ്രൂപ്പ് തീരുമാനിക്കുമ്പോൾ മറ്റൊരാളെ കൂടെ കണക്കാക്കണം. അതാണ് പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി. പ്ലാസ്മ എന്താണെന്നറിയാമല്ലോ. ഈ പ്ലാസ്മയിൽ നമ്മുടെ രക്തഗ്രൂപ്പ് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി കാണും. അതായത് എ രക്തഗ്രൂപ്പ് ഉള്ള ആൾക്ക് ബി ആൻറ്റിബോഡി, ബി രക്തഗ്രൂപ്പ് ഉള്ള ആൾക്ക് എ ആൻറ്റിബോഡി, എ ബി രക്തഗ്രൂപ്പ് ഉള്ള ആൾക്ക് ആൻറ്റിബോഡി ഒന്നും കാണത്തില്ല. O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ ഇതിൽ എയും ബിയും ആൻറ്റിബോഡികൾ കാണും. എന്ന് വെച്ചാൽ മറ്റ് രക്തങ്ങൾ ഏതെങ്കിലും നമ്മുടെ ശരീരവുമായി ചേർന്നാൽ ആ ഗ്രൂപ്പിനെ നശിപ്പിച്ച് കളയണം. അതൊരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കാണുന്ന ആൾക്കാരാണ് ആൻറ്റിബോഡീസ്. ഈ ആൻറ്റിബോഡികൾ നമ്മുടെ ബോഡിയിൽ അല്ലാത്ത ഒരാളെ കൊണ്ട് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ രക്തഗ്രൂപ്പ് എ ആണെങ്കിൽ ബി നമുക്ക് ആവശ്യമില്ല, അപ്പോൾ ബി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ബി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബി ആൻറ്റിബോഡീസ് അവിടെ കാണും. പിടികിട്ടിയോ? അപ്പോൾ ബി ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും? ബി ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യും. ബി ഗ്രൂപ്പ് നമ്മുടെ ശരീരത്തിൽ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിടികിട്ടുന്നുണ്ടാവുമല്ലോ. അടുത്ത് ബിയിലാണെങ്കിൽ എ ആൻറ്റിബോഡി കാണും. എ ബിയിലാണെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടാകത്തില്ല. കാരണം ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്, സ്വന്തമായിട്ട് കയറി അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ട് ആൻറ്റിബോഡി ഇല്ല. ഓയ്ക്കകത്ത് പിന്നെ ആൻറ്റിജനെ ഇല്ലല്ലോ, അപ്പോൾ എന്ത് പറ്റും? എയും ബിയും ഇവിടെ കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ രക്തത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടൊന്ന് നോക്കി. ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ആൻറ്റിജൻ ആൻഡ് ബി ആൻറ്റിജൻ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ RBC. പിടികിട്ടി കാണുമല്ലോ. എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്, എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്, ഇല്ലെങ്കിൽ O ഗ്രൂപ്പ്. ദ ടൈപ്പ് ഓഫ് ആൻറ്റിജൻ പ്രസന്റ് ഇൻ ദ ബ്ലഡ് ഡിറ്റർമൈൻസ് ദ ബ്ലഡ് ഗ്രൂപ്പ്. കിട്ടി കാണുമല്ലോ. ഇനി നോക്കിക്കോ. ദ ആൻറ്റിബോഡി പ്രസന്റ് ഇൻ ദ പ്ലാസ്മ ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ശ്രദ്ധിച്ചോളണം, എ ഗ്രൂപ്പുകാരൻ്റെ ദേഹത്തുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് ബി ആണ്, ബി ഗ്രൂപ്പുകാരൻ്റെ ഉള്ളത് എ ആണ്. എ ബി ഗ്രൂപ്പുകാരൻ്റെ കയ്യിൽ ആൻറ്റിബോഡി ഉണ്ടാവത്തില്ല. O ഗ്രൂപ്പുകാരൻ്റെ കയ്യിൽ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡി എന്തുണ്ടാകും? എയും ബിയും ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. അതാണ് ഈ ലൈൻ്റെ അർത്ഥം. ഇനി ഇൻ അഡീഷൻ ടു എ ആൻഡ് ബി സം ഇൻഡിവിജ്വൽസ് ഹാവ് അനദർ ആൻറ്റിജൻ കോൾഡ് ഡി. ഡി ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് എന്നും ഡി ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്നും വിളിക്കും. ഇനി ആ ഡി ആദ്യം കണ്ടെത്തിയത് റീസസ് മങ്കിലായതുകൊണ്ട് നമ്മൾ അതിനെ RH ഫാക്ടർ എന്നും പറയും. ഓക്കെ. ഇഫ് ദ ഡോണേഴ്സ് ബ്ലഡ് കണ്ടെയ്ൻ ആൻറ്റിജൻ ദെൻ ഇറ്റ് ഈസ് നാച്ചുറലി ആബ്സെന്റ് ഇൻ ദ റെസിപ്പിയൻസ് ബോഡി. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും? ഇതൊന്ന് വായിച്ചോ. ഇഫ് ദ ഡോണേഴ്സ് ബ്ലഡ് കണ്ടെയ്ൻ ആൻറ്റിജൻ ദാറ്റ് ഈസ് നാച്ചുറലി ആബ്സെന്റ് ഇൻ ദ റെസിപ്പിയൻസ് ആൻറ്റിബോഡി. അതായത് നമ്മൾ രക്തഗ്രൂപ്പ് നോക്കാതെ കൊടുത്താൽ, ഞാനിപ്പോൾ പറയുകയാണേ, എൻ്റെ രക്തഗ്രൂപ്പ് എ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആൻറ്റിജൻ എന്ന് പറയുന്നത് എ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആൻറ്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും. ഞാൻ ഈ എ ഗ്രൂപ്പ് രക്തം ബി ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ബി ഗ്രൂപ്പ് ഉള്ള ആളുടെ ദേഹത്തുള്ള ആൻറ്റിജൻ എന്ന് പറയുന്ന ബിയും ആൻറ്റിബോഡി ഏതായിരിക്കും? എ ആൻറ്റിബോഡി ആയിരിക്കും. അപ്പോൾ ഈ ആളുടെ നമ്മൾ രക്തം കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ രക്തത്തിൽ പ്ലാസ്മയിൽ എ എന്ന ആൻറ്റിബോഡി ഉണ്ട്. ആ നോക്കുമ്പോൾ ദേ വരുന്നു എ എന്ന ആൻറ്റിജൻ. നിങ്ങൾക്കറിയാമല്ലോ, ആൻറ്റിജനെയാണല്ലോ ആൻറ്റിബോഡി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോണറിൻ്റെ ആൻറ്റിജനും റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡിയും നമ്മൾ ശ്രദ്ധിക്കണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ. ഇത് രണ്ടും ഒന്നായിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ ഇല്ലാതിരിക്കണം. അപ്പോൾ ഇവിടെ എ എന്ന ആൻറ്റിബോഡിയുള്ള രക്തത്തിൽ കൊടുത്താൽ എന്ത് പറ്റും? ഈ എ ആൻറ്റിബോഡി എ എന്ന് പറയുന്ന ആൻറ്റിജൻ അറ്റാക്ക് ചെയ്തിട്ട് രക്തം കട്ട പിടിച്ച് അവിടെ അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകും. അത് കാരണം ആൾ മരിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ രക്തം ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. രക്തം നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണറിൻ്റെ ആൻറ്റിജനും റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡിയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒരെണ്ണം ഇല്ലാതിരിക്കണം. അതായത് എ രക്തഗ്രൂപ്പ് ഉള്ളവന് എ കൊടുക്കാകൂ, ബി രക്തഗ്രൂപ്പ് ഉള്ളവന് ബി കൊടുക്കാകൂ, എ ബി ഉള്ളവന് എ ബി കൊടുക്കാവൂ, O ഉള്ളവന് O കൊടുക്കാവൂ. ഇപ്പം ഇങ്ങനെ ചെയ്യുള്ളൂ. ഇനി അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അത് ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇപ്പോൾ
എ ബി ഗ്രൂപ്പിന് ആൻറ്റിബോഡി ഇല്ല. അപ്പോൾ ഇവന് ഏത് രക്തഗ്രൂപ്പ് വേണമെങ്കിലും എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവന് ഏത് രക്തഗ്രൂപ്പ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡോണേഴ്സ് ആൻറ്റിജൻ, റെസിപ്പിയൻസ് ആൻറ്റിബോഡി ഇല്ലാത്തതുകൊണ്ട് ഏത് രക്തഗ്രൂപ്പുകാരും എ ബി കാരന് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ ഓ രക്തഗ്രൂപ്പുകാരന് ആർക്ക് വേണോ രക്തം കൊടുക്കാം. കാരണം ഇവിടെ ആൻറ്റിജൻ ഇല്ല, അപ്പോൾ ഒരു ആൻറ്റിബോഡി ഇവിടെ അറ്റാക്ക് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഓ ആർക്കും കൊടുക്കാം. അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന ഓയും യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന എ ബിയും. ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും. ഞാൻ അതിപ്പോൾ പറയാത്തെന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ വെറുതെ കൺഫ്യൂഷൻ അടിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം, ബോംബെ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ചില ആൾക്കാരിൽ നമുക്ക് സിലബസ് ഇല്ലാത്തല്ലേ, പിന്നെ പറയാം. ശരി, നോക്കിയോ, നെക്സ്റ്റ് വരുന്ന അനിമൽ ഡിസീസ്. അപ്പോൾ അനിമൽ ഡിസീസ് രക്തഗ്രൂപ്പിൻ്റെ കാര്യം പിടിയിട്ട് കാണുമല്ലോ എല്ലാവർക്കും. ഓക്കെ, ശരി. അനിമൽ ഡിസീസ് മനുഷ്യരിലുള്ള പോലെ തന്നെ മൃഗങ്ങൾക്കും എന്ത് ചെയ്യാറുണ്ട്, രോഗങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ മൃഗങ്ങളിൽ വരുന്ന കുറച്ച് രോഗകാരികളും ഇത് ചാപ്റ്ററിൻ്റെ അവസാനം വരികയാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഇവിടുന്ന് ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും, 100% ഉറപ്പ്. അതൊന്നുകിൽ ഇതിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് ഒരെണ്ണം വരും. ഇതെപ്പോഴും സാധാരണ ചാപ്റ്ററിന് തുടക്കത്തിലാണ് കാണുന്നത്. ഞാനൊക്കെ പഠിച്ചപ്പോൾ ചാപ്റ്ററിന് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയോ, രോഗകാരികൾ പഠിച്ചു വെച്ചേ പറ്റുള്ളേ. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് കാറ്റിൽസിലാണ് വരുന്നത്, വൈറസ് ആണ് പരത്തുന്നത്, വാക്സിൻ വഴി മാറ്റും. അപ്പോൾ പ്രിവെൻഷൻ നോക്കേണ്ട എല്ലാം വാക്സിനാണ്, അപ്പോൾ അത് പഠിക്കണ്ട. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ്, ആന്ത്രാക്സ് ബാക്ടീരിയ കാറ്റിൽസിൽ, മാസ്റ്റൈറ്റീസ് ബാക്ടീരിയ കാറ്റിൽസിൽ. ഈ മാസ്റ്റൈറ്റീസ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി വരുന്നതാണ് റാങ്കറ്റ് ഡിസീസ്, വൈറസ് ചിക്കനിലും ഡക്കിലും വരും. നോക്കിക്കോ, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് നമ്മുടെ പശുക്കൾ അല്ലെങ്കിൽ കന്നുകാലികളുടെ കാലിലും അല്ലെങ്കിൽ ചുണ്ടിൻ്റെ താഴെയൊക്കെ ഒരു പ്രത്യേക ഗ്രോത്ത് പോലെ വരുന്നൊരു അല്ലെങ്കിൽ ഇങ്ങനെ തടിച്ചു വരുന്നൊരു സംഭവമാണ് ഈ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് വൈറസ് വരുത്തുന്ന രോഗമാണ്. ആന്ത്രാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആന്ത്രാക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ വന്നിട്ട് ഇത് മനുഷ്യരിലും പകരും. പണ്ട് അമേരിക്കയിലൊക്കെ ആന്ത്രാക്സ് ലെറ്റർ ബോക്സ് കൂടിയൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആന്ത്രാക്സ് നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സ്കിന്നുകളൊക്കെ ഡെഡായി ഇല്ലാണ്ടായിട്ട് കറുത്ത പാച്ചസ് ഒക്കെ ഉണ്ടായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള രോഗമാണ് ആന്ത്രാക്സ് ബാക്ടീരിയ. മാസ്റ്റൈറ്റീസ് നമ്മൾ കന്നുകാലിൽ അകിട് വീക്കം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മേ ബി. ഇത് മനുഷ്യരിലും കന്നുകാലിലൊക്കെ വരും. മാസ്റ്റൈറ്റീസ് ബാക്ടീരിയ രോഗമാണ്. റാങ്കറ്റ് ഡിസീസ് വൈറസ് രോഗമാണ്, ചിക്കനിലും ഡക്കിലും. പഠിച്ചു വെച്ചോളം വരും. ഇനി വരുന്ന പ്ലാന്റ് ഡിസീസാണ്. ഇത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. വിൽറ്റ് ഓഫ് ബ്രിഞ്ചാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഞ്ചാളിൻ്റെ ഈ പറയുന്ന യങ് ലീവ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ കരിഞ്ഞ് അല്ലേ വാടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഈ വിൽറ്റ് ഓഫ് ബ്രിഞ്ചാൾ എന്ന് പറയുന്ന ബാക്ടീരിയ ഡിസീസ്. അതുപോലെ ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, അതും ബാക്ടീരിയ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാം, ബ്രിഞ്ചാളിലെ വിൽറ്റ് ഡിസീസും പാഡിയിലെ ബ്ലൈറ്റ് ഡിസീസും ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്നു. അപ്പോൾ ബിയുടെ ഒരു ഇതാണ്. അപ്പോൾ എന്താണ് ഈ ബ്ലൈറ്റ് ഓഫ് ബ്രിഞ്ചാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ലീവ്സ് വിൽറ്റ് ക്വിക്ലി, അത് പെട്ടെന്ന് വാടിപ്പോവും. ഗ്രാജുവലി ദ ലീവ്സ് വിൽ ടേൺ യെല്ലോ, ഗ്രോത്ത് ബിക്കം സ്റ്റാൻഡേർഡ് ആൻഡ് ദ ബ്രാഞ്ചസ് ആർ റെഡ്യൂസ്ഡ് ഇൻ നമ്പർ, കരിഞ്ഞു പോകുന്ന അവസ്ഥ. ബ്ലൈറ്റ് ഡിസീസ് പാഡിയിലാണ്, അതായത് യെല്ലോ സ്പോട്ടുകൾ ലീവ്സിൽ ഉണ്ടാവുകയും ഈ പറയുന്ന റൈസ് ഗ്രെയിൻസിലും സ്പോട്ട് വരുന്നതാണ് ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുന്ന ബാക്ടീരിയ രോഗം. വൈറസ് രോഗത്തിൽ വരുന്നതാണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, അതായത് ലീവ്സ് എന്ന് പറയുന്നത് നീളം കുറഞ്ഞതാകും, നാരോ ആകും, ഇങ്ങനെ കുറ്റി പോലെ വന്ന് നിൽക്കുന്നു, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ടാവും. ഇനി ടപ്പിയോക്കയിൽ വരുന്ന മൊസൈക്ക് രോഗം, ടപ്പിയോക്കയുടെ ഇലകളിൽ ഇങ്ങനെ യെല്ലോ കളർ പാച്ചസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, ഇത് എന്ത് പറ്റും, ഈ ടപ്പിയോക്കയുടെ സൈസിനൊക്കെ ഇല്ലാണ്ടാക്കും. ഇനി ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് ഫംഗൽ രോഗമാണ്. ബഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ടെൻഡർ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ കുരുന്നൊക്കെ വരുന്ന ഭാഗം യെല്ലോ നിറത്തിലായിട്ട് എന്ത് പറ്റും, ആൻഡ് ദ ക്രൗൺ ഓഫ് ദ കോക്കനട്ട് ട്രീ ട്രൂപ്സ് ആൻഡ് ഫോൾസ്, അതായത് നമ്മുടെ ഈ മണ്ട ചീയൽ എന്ന് പറയാറുണ്ട്. ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ ഫംഗസ് രോഗമാണ്. ശ്രദ്ധിച്ചോളം, വിൽറ്റ് ഓഫ് ബ്രിഞ്ചാൾ ബാക്ടീരിയയാണ്, അപ്പോൾ ആ ബി വെച്ച് ആലോചിച്ചോളണം. എന്നാൽ ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ എന്ന് പറയുന്ന ഫംഗസ് രോഗമാണ്. അതായത് എന്തായിരിക്കും, വെറ്റ് മാർക്ക് ഓൺ ദ ലീവ്സ്, സ്റ്റെംസും വരും, അതുപോലെ ലീവ്സ് എന്തോ ഒരു പെട്ടെന്ന് വീഴുകയും ചെയ്യും. ഇത് മാച്ച് ദ ഫോളോയിങ്ങിലാണ് വരുന്നത്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടി എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ലാസ്റ്റ് വരുന്നതാണ് ഇമ്മ്യൂണിറ്റി ഇൻ പ്ലാന്റ്സ്. തീർന്നു, ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ചെടികളിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാണുള്ളത്? ഒന്ന്, ചെടികളിൽ കട്ടിയുള്ള എന്തുണ്ട്, സെൽ വാളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തായിട്ട് ഒരു വാക്സി കോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് പാത്തോജൻസ് അകത്ത് കയറുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇനി ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസുകളുണ്ട്, അത് പാത്തോജൻസിനെ കില്ല് ചെയ്യുകയോ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യും. ഈ സെല്ലുകൾക്കകത്ത് എൻസൈംസ് ഉണ്ട്, അതെന്ത് പറ്റും, പാത്തോജനുകൾ നശിപ്പിക്കും. അതുപോലെ ഇൻഫെക്റ്റഡ് ഏരിയയിൽ ഓട്ടോളിസിസ് എന്ന് വെച്ചാൽ സെൽഫ് ഡിസ്ട്രക്ഷൻ നടക്കും. അതായത് ചില ഇൻഫെക്റ്റഡ് ഏരിയ വരുമ്പോഴത്തേക്കും ഈ എൻസൈംസ് സ്വയം ആ സെല്ലിനെ തന്നെ നശിപ്പിച്ച് അതിനോടൊപ്പം തന്നെ ആ പറഞ്ഞ രോഗകാര്യങ്ങളെ ഇല്ലാണ്ടാക്കും. അടുത്ത്, വൺ ഓഫ് ദ പ്ലാന്റ് ഇസ് അറ്റാക്ഡ്. ഇത് ചെടിയിൽ ഒരു ഭാഗത്ത് അറ്റാക്ക് വരുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കും, ഇത് സിമ്പല് കൊടുത്ത് അറിയിക്കുന്ന പരിപാടിയുണ്ട്. അടുത്ത്,
ദ പാത്തോജൻ ക്രോസ് ദ സെൽ വാൾ ആൻഡ് എൻ്റർ എ പോളിസാക്കറൈഡ് കോൾഡ് കാലസ് ഫോം ചെയ്യും. ഇതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിൻ്റെ ഒരു ഫോമാണ്. ഇതെന്ത് ഫോം ചെയ്യും? കാലസ് ഫോം ചെയ്യും. കാലസ് എന്ന് വെച്ചാൽ കട്ടിയുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്ലാന്റ്സിൽ എന്ത് വർക്ക് ചെയ്യുന്നത്, ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ, ഒന്ന് റിജിഡ് സെൽ വാൾ ഉണ്ട്, വാക്സി കോട്ടിംഗ് ഉണ്ട്, ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സെല്ല് വാർണിംഗ് മെസ്സേജ് നേരത്തെ കൊടുത്തു വയ്ക്കും, അല്ലെങ്കിൽ പോളിസാക്രൈഡ് കാൾഡ് കാലസ് ഫോം ചെയ്തും പ്രിവെൻറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇനി ലാസ്റ്റ് കൺക്ലൂഷനാണ്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലേറ്റസ്റ്റ് അസസ് ഭാഗം ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.